നിങ്ങൾക്കറിയാം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പണി എന്താ അറിയോ? സേഫ് സെനുല അഭിമുഖത്തിന്റെ വിശദാംശങ്ങൾ നൽകാനായി സേഫ് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ LDF പ്രവർത്തകരുടെ മാർച്ച് നടക്കുകയാണ്. എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ അവിടെയുണ്ട്. എന്തൊക്കെയാണ് പരിപാടികൾ? വനമേഖല അതിർത്തിയിൽ വഴിക്കടവ് പഞ്ചായത്ത് വീഴ്ചമൂലമാണ് ഇവിടെ അപകടമുണ്ടായത് എന്നുള്ളതാണ് LDF ഉന്നയിക്കുന്ന ആരോപണം. വഴിക്കടവ് പഞ്ചായത്തിൽ കാട്ടുപന്നിയെ വെടിവെക്കാൻ വേണ്ടി ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവരുടെ സേവനം അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നില്ല. മാത്രമല്ല, ഈ ദിനീഷ് എള്ളിയാൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പന്നിയെ കെണിവെച്ച് പിടിച്ച് അത് കാശ് കൊടുത്ത് വിൽക്കുന്നുണ്ട്. കിലോയ്ക്ക് 400 രൂപ കൊടുത്താണ് വിൽക്കുന്നത്. ഇതെല്ലാം പഞ്ചായത്ത് ഭരണസമിതിക്ക് അറിയാമായിരുന്നിട്ടും ഒരു തരത്തിലുള്ള നടപടി അവർ സ്വീകരിച്ചില്ല. അതാണ് അനന്തുവിന്റെ മരണത്തിന് കാരണം എന്ന ആരോപണമാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ വിഷയം ഇവിടെ ഉണ്ടായ സമയത്ത് തന്നെ നിലമ്പൂരിലെ ആശുപത്രികളോട് ഉപയോഗിച്ചുകൊണ്ട് LDF പ്രവർത്തകർ മാനസികപരമായി അല്ലാത്ത ഇടപെടൽ നടത്തി. ഇതെല്ലാം പ്രതിഷേധത്തിന് കാരണമാണെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് ആണ് പ്രതിഷേധ മാർച്ച് വഴിക്കടവ് പഞ്ചായത്തിന് മുന്നിലേക്ക് എത്തിച്ചേർന്നത്. CPIന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാന അടക്കമുള്ള മറ്റ് നേതാക്കൾ കൂടി ഉണ്ട്. എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി നിലമ്പൂർ മണ്ഡലത്തിൽ ഉടനീളം ഉയർന്ന് വന്ന പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാം എന്നാണ് രണ്ട് മുന്നണികളും നോക്കുന്നത്. ഇവിടെ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്തുമ്പോൾ ACB ഓഫീസിലേക്ക് UDF മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ACBയുടെ വീഴ്ച മൂലമാണ് അനന്തുവിന് മരണമുണ്ടായത് എന്നുള്ളതാണ്. ആ പരാതി നേരത്തെ തന്നെ ACBക്ക് നൽകിയതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അവർ ഇടപെട്ടില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. അങ്ങനെ രണ്ട് മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്തായാലും A വിജയരാഘവൻ അല്പസമയത്തിനകം ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധം വഴിക്കടവ് പഞ്ചായത്തിന് മുന്നിലേക്ക് ഉദ്ഘാടനം ഉണ്ടാകും. ശരി സൈഫ്, നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പ്രതിഷേധിക്കുകയാണ്. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് ആരോപണം.